നമ്മൾ പണത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ ബുദ്ധിയാണോ അതോ നമ്മുടെ സ്വഭാവമാണോ? സാമ്പത്തിക വിജയമെന്ന് പറയുന്നത് നമ്മൾ എന്തുമാത്രം പഠിച്ചിട്ടുണ്ടെന്നതിലല്ല, മറിച്ച് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ് എന്നൊരു കിടിലൻ ആശയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു വിചിത്രമായ കാര്യം ഞാൻ പറയാം. റൊണാൾഡ് റീഡ് എന്നൊരു തൂപ്പുകാരൻ, അദ്ദേഹം മരിക്കുമ്പോൾ ഏകദേശം $8 മില്യൺ ആസ്തിയുണ്ടായിരുന്നു. അതേസമയം ഹാർവർഡിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ വലിയൊരു ഫൈനാൻസ് കമ്പനിയുടെ തലപ്പത്തിരുന്ന് റിച്ചാർഡ് ഫസ്കോൺ അവസാനം പാപ്പരായി. ഒന്നാലോചിച്ചു നോക്കിയേ, ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഈ ഒരു വാക്യത്തിലുണ്ട്. പണം കൈകാര്യം ചെയ്യുന്നത് ഫിസിക്സ് പോലെ കൃത്യമായ നിയമങ്ങളുള്ളൊരു കളിയല്ല, അത് സൈക്കോളജി പോലെയാണ്. നമ്മുടെ വികാരങ്ങളും പെരുമാറ്റവുമാണ് അവിടെ പ്രധാനം. അപ്പോ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം, അല്ലേ? എങ്ങനെയാണ് ഈ ബുദ്ധിയും പെരുമാറ്റവും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ പൈസയെ ബാധിക്കുന്നത് എന്ന് നോക്കാം. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഭയങ്കര ബുദ്ധിയുള്ള ഒരാൾക്ക് പക്ഷെ ക്ഷമയോ വിവേകമോ ഇല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു ദുരന്തമായി മാറാൻ പറ്റും. അതേസമയം സാധാരണ അറിവൊക്കെയുള്ള ഒരാൾക്ക് കുറച്ച് നല്ല ശീലങ്ങളുണ്ടെങ്കിൽ കോടീശ്വരനാവാനും സാധിക്കും. പക്ഷേ ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം നല്ല സാമ്പത്തിക ശീലങ്ങളുണ്ടാകുന്നത്, മറ്റുള്ളവർക്ക് എന്താ പറ്റുന്നത്? അതിന്റെ ഉത്തരം നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. പണത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുണ്ടാകുന്നത് നമ്മുടെ സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്നാണ്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾക്കൊരു വലിയ മണ്ടത്തരമായിട്ട് തോന്നുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് ചിലപ്പോൾ ഏറ്റവും ശരിയായ തീരുമാനമായിരിക്കും. കാരണം സിമ്പിളാണ്, അവരുടെ അനുഭവങ്ങൾ നിങ്ങളുടേതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഈ കാണുന്നതുപോലെ 1970കളിൽ ജനിച്ചൊരാൾ ചെറുപ്പത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് റോക്കറ്റ് പോലെ മുകളിലേക്ക് പോകുന്നത് കണ്ടു. പക്ഷേ 1950ൽ ജനിച്ചൊരാൾ കണ്ടതോ മാർക്കറ്റ് എങ്ങോട്ടും പോകാതെ ഒരേ സ്ഥലത്ത് നിൽക്കുന്നതാണ്. ഇവരുടെ രണ്ടുപേരുടെയും നിക്ഷേപത്തോടുള്ള കാഴ്ചപ്പാട് ഒന്നാകുമോ? ഒരു സാധ്യതയുമില്ല, അല്ലേ? ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. റിസ്ക് എടുക്കാനുള്ള നമ്മുടെ ധൈര്യം വരുന്നത് വലിയ പുസ്തകങ്ങൾ വായിച്ചിട്ടല്ല, നമ്മൾ ജീവിച്ചു വളർന്ന സാഹചര്യങ്ങളിൽ നിന്നും നമ്മുടെ അനുഭവങ്ങളിൽ നിന്നുമാണ്. പക്ഷേ നമ്മുടെ അനുഭവങ്ങൾ മാത്രമല്ലാട്ടോ കഥയിലെ പ്രധാനികൾ. നമ്മുടെയൊന്നും നിയന്ത്രണത്തിലില്ലാത്ത മറ്റു രണ്ട് ഭീമൻ ശക്തികൾ കൂടിയുണ്ട്: ഭാഗ്യവും അതിന്റെ ഇരട്ട സഹോദരനായ നഷ്ടസാധ്യതയും, അതായത് ലക്ക് ആൻഡ് റിസ്ക്. 10 ലക്ഷത്തിലൊന്ന്, അത്രയും അപൂർവമായി സംഭവിക്കാവുന്ന രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കൂ, 1968ൽ ലോകത്ത് കമ്പ്യൂട്ടറുണ്ടായിരുന്ന വിരലിൽ എണ്ണാവുന്ന സ്കൂളുകളിലൊന്നിൽ പഠിക്കാൻ അവസരം കിട്ടിയത് ബിൽഗേറ്റ്സിന്റെ ഭാഗ്യമായിരുന്നു. പക്ഷേ അതേ നാണയത്തിന്റെ മറുവശം പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ അത്ര തന്നെ കഴിവുള്ള സുഹൃത്ത് കെന്റ് ഇവാൻസിന്റെ അനുഭവം. അദ്ദേഹം ഒരു മലകയറ്റ അപകടത്തിൽ മരിച്ചു. കണ്ടില്ലേ, ഒരേ ശക്തി, പക്ഷെ ഒന്ന് ഭാഗ്യമായും മറ്റേത് ദുരന്തമായും വന്നു. അപ്പോ ഭാഗ്യവും നഷ്ടസാധ്യതയുമൊക്കെ ഈ കളിയുടെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാന കഴിവുകളുണ്ട്. അതായത്, പണക്കാരനാവുന്നത് ഒരു കഴിവാണ്, പക്ഷെ പണക്കാരനായി തന്നെ തുടരുന്നത് അത് വേറെ ലെവൽ സ്കില്ലാണ്. സത്യം പറഞ്ഞാൽ രണ്ടാമത്തേതാണ് ഏറ്റവും പ്രധാനം. കാരണം സമ്പത്ത് നിലനിർത്തുന്നതാണ് യഥാർത്ഥ വെല്ലുവിളി. ഇവിടെയാണ് ഏറ്റവും വലിയൊരു പാഠം ഒളിഞ്ഞിരിക്കുന്നത്. ജോസഫ് ഹെല്ലറുടെ ഈ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കണം. സമ്പത്ത് നിലനിർത്താനുള്ള ഏറ്റവും പ്രധാന കഴിവ് മതി എന്ന് പറയാൻ പഠിക്കലാണ്. അല്ലെങ്കിൽ ആ ഗോൾ പോസ്റ്റിങ്ങിനെ മുന്നോട്ട് മാറ്റിക്കൊണ്ടേയിരിക്കുന്നത് വലിയ അപകടമാണ്. രജത് ഗുപ്തയെയും ബേണി മെഡോഫിനെയും പോലുള്ളവരെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ടായിരുന്നു. എന്നിട്ടും ആ മതി എന്നൊരു വാക്ക് പറയാനറിയാത്തതുകൊണ്ട് അവർ എല്ലാം നശിപ്പിച്ചു. അപ്പോ അവസാനമായിട്ട് സമ്പത്തുണ്ടാക്കുന്നതിലെ ഏറ്റവും വലിയ ശക്തിയെപ്പറ്റി പറയാം. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു രഹസ്യം, അതാണ് സമയം. $84 ബില്യൺ വാരൻ ബഫറ്റിന്റെ ഏകദേശ ആസ്തിയാണിത്. ഭയങ്കര ഒരു സംഖ്യയാണല്ലേ? അപ്പോ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ രഹസ്യം? വലിയൊരു നിക്ഷേപകനായതുകൊണ്ട് മാത്രമാണോ? നമ്മളിൽ പലരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷെ കഥ അതല്ല. ശരിക്കും ഞെട്ടിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തില് $81.5 ബില്യൺ വന്നത് അദ്ദേഹത്തിന് 65 വയസ്സ് കഴിഞ്ഞിട്ടാണ്. അതായത് ശരിക്കുമുള്ള കാര്യം ഇതാണ്: ബഫറ്റിന്റെ കഴിവ് നിക്ഷേപമാണ്, സമ്മതിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ രഹസ്യം സമയമാണ്. 3/4 നൂറ്റാണ്ടോളം അദ്ദേഹം ഈ കളിയിൽ പിടിച്ചുനിന്നു. അതാണ് കൂട്ടുപലിശയ്ക്ക് അതിന്റെ മാജിക് കാണിക്കാൻ അവസരം കൊടുത്തത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മളെ കേട്ടു. ഇതിൽ നിന്നെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുന്ന പാഠമെന്താണ്?
നമുക്ക് നോക്കാം. ഓർക്കുക, ഇതൊരു സ്റ്റോക്ക് ടിപ്പോ നിക്ഷേപ ഉപദേശമോ അല്ല. ഇതൊരു ചിന്താരീതിയാണ്. 3 കാര്യങ്ങൾ. 1. എന്തു വന്നാലും കളിയിൽ പിടിച്ചു നിൽക്കണം. അതാണ് ഏറ്റവും പ്രധാനം. 2. നമ്മുടെ പ്ലാനുകളൊക്കെ ചിലപ്പോൾ പാളിപ്പോകാമെന്ന് മുൻകൂട്ടി കാണുക. അതിനും തയ്യാറായിരിക്കുക. 3. ദീർഘകാല വളർച്ചയിൽ വിശ്വസിക്കുക. പക്ഷെ അതിലേക്കുള്ള യാത്രയിലെ തടസ്സങ്ങളെക്കുറിച്ച് എപ്പോഴും ഒരു കണ്ണു വേണം. അപ്പോ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് തികച്ചും വിചിത്രമായി തോന്നുന്ന, എന്നാൽ മറ്റൊരാളുടെ ജീവിതാനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ ശരിയാണെന്ന് തോന്നുന്ന എന്ത് കാര്യമാണുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഒരു ചിന്തയോടെ നമുക്ക് അടുത്ത തവണ കാണാം.